പ്രിയപ്പെട്ട അധ്യക്ഷൻ സഖാവ് സി അജീബ്, ഈ സദസ്സിനെ സ്വാഗതം ആശംസിച്ച CMUയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് സുധീഷ് കടന്നപ്പള്ളി, ഇവിടെ സന്നിധരായിട്ടുള്ള കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഒരു വിസ്മയം സൃഷ്ടിച്ചുകൊണ്ട് CPMൻ്റെ കോട്ടകളെ തകർത്ത് വിജയിച്ച സഖാവ് TK ഗോവിന്ദൻ മാസ്റ്റർ MLA, CMPക്ക് എന്നും താങ്ങും കടലുമായിട്ടുള്ള കണ്ണൂർ DCCയുടെ പ്രസിഡന്റ് ശ്രീ മാർട്ടിൻ ജോർജ്, ഇവിടെ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ നേതാവ് അബ്ദുൽ കരീം ചലേരി, MPRൻ്റെ ആളുകളാണ്. അദ്ദേഹത്തിൻ്റെ മക്കളും കൊച്ചുമക്കളും അവരുടെ മക്കളും CMPയിൽ സജീവമാണ്. അവരുടെ വീട്ടിലെ ഒരംഗമാണ് ആയിട്ടാണ് അവരെന്നെ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ നാം ഇവിടെ എത്തിച്ചേരുമെന്ന് എത്തിച്ചേരുന്ന പയ്യന്നൂരിൽ ഇതുപോലെ ഒരു വിസ്മയം, മഹാത്ഭുതം സൃഷ്ടിച്ച ഈ കുഞ്ഞകൃഷ്ണൻ MLA, നമ്മുടെ പാർട്ടിയുടെ കൺട്രോൾ കമ്മീഷൻ ചെയർമാനും സ്ഥാപക നേതാക്കളിൽ പ്രമുഖനുമായ സഖാവ് VK രവീന്ദ്രൻ, ആലപ്പുഴ ജില്ലാ സെക്രട്ടറി നിസാർ അസിസ്റ്റന്റ് സെക്രട്ടറി, കോഴിക്കോട് നമ്മുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ബാലഗംഗാധരൻ, വയനാട്ടിൽ നിന്ന് ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള TK ഭൂപേഷ്, കാസർഗോഡ് ജില്ലാ സെക്രട്ടറി തമ്പാൻ, അതേപോലെ തന്നെ ഉമേഷ്, അതുപോലെ ഈ വേദിയിൽ സന്നിധനായിട്ടുള്ള ഗോപിയേട്ടൻ, മാണിക്കര ഗോവിന്ദൻ, അതുപോലെ തന്നെ എൻ്റെ ഒരു പ്രത്യേക സ്നേഹിതനും MPRൻ്റെ അടുത്ത സുഹൃത്തുമായിരുന്ന നമ്മുടെ AK ബാലകൃഷ്ണൻ. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുന്നു പേടിച്ചത് കൊണ്ട് മാത്രമാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. നല്ല ആരോഗ്യക്കുറവുണ്ട്. അതേപോലെ തന്നെ PVK ഉണ്ട്, നമ്മുടെ കോഴിക്കോട്ട് നിന്ന് അദ്ദേഹത്തിൻ്റെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി കൂടിയാണ്. അഷ്റഫുണ്ട്, ഉമേഷുണ്ട്, സുനിയോട് മുന്നിലിരിക്കുകയാണ്. സുനിയാണ് ജില്ലാ സെക്രട്ടറി. പക്ഷേ സുനിയെ ഞാനിവിടെ നമ്മോട്ട് തട്ടിയെടുത്തിരിക്കുകയാണ്. ഇതിനോട് സുനിയും അഷ്റഫുമാണ് നമ്മുടെ ഓഫീസിലെ പ്രധാന കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ വേദിയിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഞാൻ നോക്കുമ്പോൾ ഒരുപാട് പേരുടെ പേര് എനിക്ക് അറിയാം. എങ്കിലും തലശ്ശേരിയിൽ നിന്ന് സഖാവ് രാജു ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെല്ലാം MPRൻ്റെ ആളുകളാണ്. മൂസാൻകുട്ടിയുടെ കുടുംബാംഗങ്ങൾ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ MPRൻ്റെ കുടുംബാംഗങ്ങൾ എല്ലാവരും എനിക്കിങ്ങനെ നോക്കിയാൽ കാണാം. അതുപോലെ കോഴിക്കോട്ട് നിന്ന് നമ്മുടെ സഖാക്കൾ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. വയനാട്ടുകാരുണ്ട്, കാസർഗോഡ് നിന്ന് എല്ലാവരോടും വരാൻ പറഞ്ഞിട്ടില്ല എങ്കിലും അവർ എത്തിയിട്ടുണ്ട്. അങ്ങനെ കണ്ണൂരിലെ നമ്മുടെ പാർട്ടി ഏരിയ കമ്മിറ്റി മെമ്പർമാരും CPയുടെ കുടുംബം വന്നിട്ടുണ്ട്, CP ദാമോദരൻ്റെ കുടുംബം വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കൺവെൻഷനല്ല. വാസ്തവത്തിൽ ഞാൻ മാർട്ടിനോട് പറയുകയായിരുന്നു, ഇത് ഞങ്ങളുടെ മീറ്റിങ്ങുകളെല്ലാം കുടുംബയോഗങ്ങളാണ്, എല്ലാം ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. അതിൻ്റെ പേര് ചിലപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ ഉണ്ടാക്കും. പക്ഷേ ഞങ്ങളുടെ ആ കുടുംബബോധം, ഞങ്ങളുടെ ഏറ്റവും വലിയ, ഞങ്ങളെല്ലാം ഒരു കുടുംബത്തിൽപ്പെട്ടവരാണ്, ഞങ്ങളുടെ കാരണവർ MPR ആണ് എന്ന ബോധ്യമാണ് ഈ പാർട്ടിയെ 40 വർഷക്കാലം നിലനിർത്തിയത് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനിടയിൽ നിരവധി ആളുകൾ നമുക്ക് നഷ്ടപ്പെട്ടു. നേരത്തെ സുധീഷ് നമ്മുടെ സ്വാഗതത്തിൽ പറഞ്ഞതുപോലെ വേണുഗോപാലൻ നായർ കൊല്ലപ്പെട്ടു.
കാസർഗോഡ് ജില്ലയിൽ വളരെ ക്രൂരമായ തരത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്, വധിക്കപ്പെട്ടത്. അതേപോലെ തന്നെ ആദ്യമായി കൊല്ലപ്പെട്ടത് ഞാൻ മാർട്ടിനോടത് പറയുമായിരുന്നു, ചിത്രപ്പുഴയിലെ വിജയൻ എന്ന് പറയുന്ന ഒരു സഖാവ് ഉണ്ടായിരുന്നു 87 ഇലക്ഷൻ കാലത്ത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ പോലും നിങ്ങളൊന്നും ഇനി ഇവിടെ വരരുത്, ഞങ്ങൾക്ക് പേടിയാണ് എന്ന് പറയുന്ന ഒരവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത്, എറണാകുളം ജില്ലയിൽ പോലും. അതേപോലെ തന്നെ കൊല്ലത്ത് പ്രവീൺ ദാസ് കൊല്ലപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ആ കേസിൽ സാക്ഷി പറയുന്നത് പോലും വിലക്കുകയും അവരെ സാക്ഷി മാറ്റി പറയാൻ നിർബന്ധിക്കുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായി. ഞാൻ എല്ലായിടത്തും പറയുകയല്ല. അന്ന് പ്രവീണിൻ്റെ മകന് 1.5 വയസ്സ് പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കുട്ടിയുടെ വിവാഹം ഈയിടെ നടന്നു. ഞാൻ അവിടെ ഒരു വീട്ടിൽ പോയി. അത് കൊല്ലപ്പെട്ടവരുടെ കാര്യമാണെങ്കിൽ അതിനേക്കാളും എത്രയോ വലിയ വേദനയും അതുപോലെ തന്നെ അപമാനവും ആക്രമണങ്ങളും നേരിട്ടവരാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ. നമുക്കറിയാം, വളരെയധികം ബഹുമാന്യനായിരുന്ന അമ്മപ്പേട്ടൻ അദ്ദേഹം വളരെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കൃഷ്ണപ്പിള്ളയെ കണ്ടവനാണ്, പക്ഷേ ഇത്രയും മോശമാണോ നമ്മുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ, നമ്മുടെ പാർട്ടി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇത്രയും മോശമാണെന്ന് ഞാൻ കരുതിയില്ല എന്ന വിഷമത്തോടുകൂടി പറഞ്ഞത് ഞാൻ പറയാം. അതേപോലെ തന്നെ CP മൂസാൻകുട്ടി നമ്മോടൊപ്പമില്ല, EP കൃഷ്ണൻ നമ്പ്യാർ നമ്മോടൊപ്പമില്ല. EP വളരെ വേഗം മരിച്ചുപോയി. അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്തു. പക്ഷേ വളരെ വേഗം അദ്ദേഹത്തിന് പെട്ടെന്ന് അസുഖം വരികയും അന്നൊന്നും ഇത്രയും ചികിത്സാ സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് ഉടൻ തന്നെ നമ്മളെ വിട്ടുപോവുകയും ചെയ്തു. അതിനൊന്നും ദുഃഖകരമായ കഥകളിലേക്കൊന്നും ഞാനിപ്പോൾ ഈ നല്ല ദിവസമായിട്ട് കടക്കുന്നില്ല. അതേപോലെ തന്നെ നമ്മുടെ C ബാലൻ അദ്ദേഹം മരിച്ചത് നമുക്ക് വലിയൊരു നഷ്ടമായിരുന്നു ഈ ജില്ലയിൽ. അദ്ദേഹത്തെ തളിപ്പറമ്പ് ബൈ ഇലക്ഷൻ്റെ സമയത്ത് ക്രൂരമായി മർദ്ദിച്ചു. അത് ഏരിയ സെക്രട്ടറി ആയിരുന്നു. മാർട്ടിനൊക്കെ അവരെ അറിയുന്നുണ്ടാവണമെന്നില്ല. വളരെയധികം വേദനയോടുകൂടി ഞാനാണ് അദ്ദേഹത്തെ അടികൊണ്ട സമയത്ത് ഞാനവിടെ ഉണ്ട്. എന്നെ അന്ന് എന്തുകൊണ്ട് അവർക്ക് അടിക്കാൻ പറ്റിയില്ല. പിന്നീട് അതിൻ്റെ അടി എനിക്കുള്ള കോട്ട പിന്നീടാണ് കിട്ടിയത്. ശേരിയിൽ വെച്ച് ക്രൂരമായ തരത്തിൽ ഞാൻ ആക്രമിക്കപ്പെട്ടത് നിങ്ങൾ പലരും ഓർക്കുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ബാലൻ മാഷിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അദ്ദേഹം എത്ര തവണ മർദ്ദിക്കപ്പെട്ടു. ഒരു തവണ നമ്മുടെ പയ്യന്നൂരിൽ വെച്ച് അദ്ദേഹം മരണത്തെ മുഖാമുഖം കണ്ടു. എനിക്ക് മർദ്ദനമേറ്റപ്പോഴും ബാലൻ മാഷിനെ വെള്ളശ്ശേരിയിൽ വെച്ച് മർദ്ദനമേൽക്കേണ്ടി വന്നു. ഞാൻ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുകയല്ല. അങ്ങനെ ഈ ജില്ലയിൽ നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ, വേദനകൾ നമുക്കുണ്ടായി. പക്ഷേ ഈ ജില്ലയിൽ വടക്കൻ മലബാറിൽ, കോഴിക്കോട്, അന്ന് വടകര താലൂക്കിലാണ് കൂടുതൽ പാർട്ടിയും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിരുന്നത്. പക്ഷേ ഈ പ്രദേശങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്ന മണ്ണാണ്. ഇന്ന് നമ്മൾ വടകര പാർലമെൻറ്റ് മണ്ഡലം മുതൽ കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലം വരെയുള്ള സ്ഥലങ്ങൾ. അതിൽ കയ്യൂർ ഒരു കാലഘട്ടത്തിൽ നടന്നതാണ് എങ്കിൽ കരിവള്ളൂർ മറ്റൊരു കാലത്ത് നടന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇന്നിപ്പോൾ പലരും ഞാനിവിടെ നമ്മുടെ പുതുയുഗ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീകണ്ഠപുരത്ത് പ്രസംഗിച്ചപ്പോൾ ഞാൻ പാടിക്കുന്ന സമരത്തെക്കുറിച്ച് പറഞ്ഞു. പാടിക്കുന്ന സമരത്തിൽ പങ്കെടുത്ത അന്ന് വെടികൊണ്ട് മരിച്ച ഒരാളുടെ കൊച്ചുമകൻ, അപ്പോൾ കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് എൻ്റെ അച്ചാച്ചനാണ്, അദ്ദേഹമാണ് വെടികൊണ്ട് മരിച്ച ഒരാൾ. പാടിക്കുന്നിലെ മുണിയംകുന്നിലെ സാക്ഷികളെ ഇവിടെ പിടിച്ചുകൊണ്ടുപോയിട്ട് വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്. മുണിയംകുന്നിലെ 3 ആളുകൾ ജയിലിൽ നിന്നിറക്കി. അങ്ങനെ ഒരുപാട് സംഘർഷങ്ങൾ, എത്രയോ സംഘർഷങ്ങൾ ബ്രിട്ടീഷുകാരുമായിട്ട് ഉണ്ടായി, ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായി. അതിനുശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്ത തെറ്റായൊരു നയം, ഞങ്ങളുടെ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ കഴിഞ്ഞ ജന്മദിന സമ്മേളനത്തിൽ മറ്റ് പാർട്ടിയുടെ സഖാക്കളും കൂടെ അറിയാൻ ഞാൻ പറയുകയാണ്. ഞങ്ങൾ പറഞ്ഞു 42-ൽ ക്വിറ്റ് ഇന്ത്യ സമരത്തെ തള്ളിപ്പറഞ്ഞത് ഇപ്പോൾ അത് എല്ലാം തെറ്റായിരുന്നു എന്ന് പറയാൻ ഞങ്ങളാരും ഒന്നും ജനിച്ചിട്ടില്ല. പക്ഷേ അത് വലിയൊരു അബദ്ധമായിരുന്നു എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് CPM. അതേപോലെ തന്നെ 47-ൽ ഗവൺമെൻറ് വന്ന് നെഹ്റു പ്രധാനമന്ത്രിയായപ്പോൾ ആ നെഹ്റു ഗവൺമെൻറ്റിനെ അട്ടിമറിക്കണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഒരു വലിയ സമരം കൽക്കട്ട തീസീസിൻ്റെ പേരിൽ ആരംഭിച്ചു. അതിൻ്റെ പേരിലാണ് കോൺഗ്രസുമായി ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഉണ്ടായ അകൽച്ച അതിഭീകരമായ ശത്രുതയിലേക്ക് നീങ്ങിയത്
നെഹ്റു ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ അന്ന് ഗണതിലെ എടുത്ത തെറ്റായ നയത്തിൻ്റെ ഫലമായിട്ടായിരുന്നു. പക്ഷെ ആ തെറ്റായ നയം നടപ്പാക്കുന്നതിന് വേണ്ടി എത്ര പേർ മരിച്ചു എന്നുള്ളത് ഞാൻ ഈയിടെ ഒരു പഠനം നടത്തിയപ്പോൾ ഈ കണ്ണൂർ, കാസർഗോഡ്, വടകര മേഖലയിൽ ഒഞ്ചിയം മുതൽ കരുവള്ളൂർ വരെയുള്ള മേഖലകളിൽ ഏതാണ്ട് 52 ആളുകൾ ആണ് ഈ മേഖലയിൽ വെടികൊണ്ട് മരിച്ചത്. തെറ്റായൊരു നയമായിരുന്നെങ്കിലും അവരത് നടപ്പാക്കിയത് അവരുടെ പാർട്ടിയുടെ ബോധ്യം മനസ്സിലാക്കുകയാണ്. സേലം ജയിലിൽ നടന്ന വെടിവെപ്പിൽ തില്ലങ്കേരിയിലും കൂത്തുപറമ്പിലുമുള്ള നിരവധി ആളുകളെ 32ഓളം ആളുകൾ മരിച്ചു. അങ്ങനെ അത്രയും വലിയ സംഘർഷങ്ങൾ നേരിട്ട ഒരു പ്രദേശമാണ് ഈ കണ്ണൂർ എന്ന് വിളിക്കാവുന്ന വടക്കേ മലബാർ. കുറുമ്പനാട് താലൂക്ക് മുതൽ കാഞ്ഞങ്ങാട് വരെ, ഓസ്കൂർ താലൂക്ക് വരെയുള്ള സ്ഥലങ്ങൾ. അവിടെയാണ് CMB ഉണ്ടായത് എന്നതാണ് CMBയെ ഏറ്റവും ചരിത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു പ്രസ്ഥാനമാക്കി മാറ്റുന്നത്. പക്ഷേ അങ്ങനെ ഒരു പാർട്ടി ഉണ്ടായ സന്ദർഭത്തിൽ CMB എടുത്ത രാഷ്ട്രീയ നയം, ആ രാഷ്ട്രീയ നയം, അതിൻ്റെ രാഷ്ട്രീയ നയങ്ങൾ മാത്രം പോരാ. ഒരു പാർട്ടിക്ക് നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കണം, അതിനൊരു സ്ട്രാറ്റജിയും ഒരു ടാക്ടിക്സും ആവശ്യമുണ്ട്. ആ ഘട്ടത്തിൽ ഞങ്ങളെടുത്ത ഒരു ടാക്ടിക്സ് മാത്രമായിരുന്നു അന്ന് കോൺഗ്രസുമായിട്ടുള്ള ബന്ധമെങ്കിൽ ഞങ്ങൾക്ക് തന്നെ പിന്നീട് ബോധ്യമായി, ഈ നാടിന് ബോധ്യമായി, കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രാധാന്യമുള്ള, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മാറ്റി നിർത്താൻ ആര് ശ്രമിച്ചാലും മാറ്റി നിർത്താൻ പറ്റാത്ത ഇന്ത്യൻ ഭരണഘടനയെ നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിലനിർത്തുന്നതിനാവശ്യമായ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത് 89 കാലഘട്ടത്തിലാണ്. അങ്ങനെയാണ് തളിപ്പറമ്പ് ബൈ ഇലക്ഷൻ മുതൽ കോൺഗ്രസുമായി വീണ്ടും സഹകരിച്ചുകൊണ്ട് 90, 91, 89 ആകുമ്പോഴേക്കും, അല്ലെങ്കിൽ കണ്ണൂർ, കോഴിക്കോട് നടന്ന ഞങ്ങളുടെ 2ാം സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രമേയം 1ാം സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രമേയമേ അല്ല. 2ാം സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രമേയത്തിലാണ് ഇന്ത്യയിൽ വലതുപക്ഷങ്ങൾ ശക്തിപ്പെടുകയാണ് എന്ന് CMB വിലയിരുത്തി. അതിനു മുമ്പ് കോൺഗ്രസ് എമർജൻസി നടപ്പാക്കി എന്ന വിഷയമാണ് ഞങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നയവീഴ്ചകളെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിച്ചത്. പക്ഷേ ബാബറി മസ്ജിദിൻ്റെ കാലം ആരംഭിച്ചതോടുകൂടി 88, 89 ആയപ്പോൾ ഇന്ത്യയിൽ വലതുപക്ഷങ്ങളുടെ മാർച്ച് ആരംഭിച്ചിരിക്കുന്നു. വലതുപക്ഷ രാഷ്ട്രീയം ഇന്ത്യൻ രാഷ്ട്രീയത്തെ വിഴുങ്ങാൻ പോവുകയാണ് എന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തോട് വിളിച്ചു പറഞ്ഞ അക്കാലത്തെ ഏക കമ്മ്യൂണിസ്റ്റ് പാർട്ടി CMP ആയിരുന്നുവെന്ന് ഞാനിപ്പോൾ അഭിമാനത്തോടുകൂടി അനുസ്മരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾക്ക് നേരെയുണ്ടായിരുന്ന അക്രമങ്ങൾ സ്റ്റെപ്പപ്പ് ചെയ്യപ്പെട്ടു. അതുവരെ ഒരു പാർട്ടി പ്രശ്നമായിരുന്നു. പാർട്ടിക്കകത്ത് കുറച്ചാൾ പുറത്തുപോയി അവരെ തിരിച്ചു കൊണ്ടുവരണം, അല്ലെങ്കിൽ അവരടിച്ച് ഓടിക്കണം എന്നതിൽ നിന്ന് ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ CMB എടുത്തതോടുകൂടി ഇനി ഇവരെ വെച്ചുകൊണ്ടിരിക്കരുത്, ഇവർ കോൺഗ്രസുമായി ചേരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, ഇവർ വർഗവഞ്ചകന്മാരാണ്, വർഗശത്രുക്കളുമായി ചേർന്നിരിക്കുന്നവരാണ്, അതുകൊണ്ട് ഇവരെ ഉന്മൂലനം ചെയ്യുക എന്നത് നമ്മുടെ രാഷ്ട്രീയ ദൗത്യമാണ് എന്ന് വളരെ നന്മയും നല്ല സ്വഭാവമുള്ള ഒരുപാട് കമ്മ്യൂണിസ്റ്റ് കേഡർമാരെ EMS അടക്കമുള്ള ആളുകൾ പഠിപ്പിച്ചു എന്നത് ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചരിത്രത്തിലെ ഏറ്റവും ദുഃഖകരമായ കാര്യമാണ്. പക്ഷേ CMB വെറുതെ ഇരുന്നില്ല. 87 അന്ന് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പേരിലാണ് നമ്മൾ ജയിച്ചതെങ്കിൽ, സീറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആയിരുന്നുവെങ്കിൽ തളിപ്പറമ്പിലും അഴീക്കോടും സീറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആയിരുന്നുവെങ്കിൽ 91 ഒരു മുന്നണിയായി ജയിച്ച് നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത പേരാണ് K. കരുണാകരൻ്റെ പേര്. ലീഡർ K. കരുണാകരനാണ് നമ്മുടെ പ്രസ്ഥാനത്തെയും MBRനെയും ആ കാലഘട്ടത്തിൽ കേരള രാഷ്ട്രീയത്തിൻ്റെ നെറുകയിലേക്ക് എത്തിച്ചത് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ നന്ദിപൂർവ്വം അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നു. അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ നമ്മൾ അംഗമായി കരീം ചേരി ഇവിടെ വരികയാണ്. ആ അംഗമാകുന്നതിൻ്റെ ഒപ്പം തന്നെ നേരത്തെ ഇവിടെ അജീർ ഇവിടെ പരാമർശിച്ചു മുസ്ലിം ലീഗുമായുള്ള CMBയുടെ ബന്ധത്തെക്കുറിച്ച്. CMB മുസ്ലിം ലീഗുമായിട്ടുള്ള ബന്ധം ഒരു പ്രത്യേകതരമായിട്ടുള്ള ഒരു പൊക്കിൾ കൊടി ബന്ധമാണ്. മതന്യൂനപക്ഷങ്ങളുടെ രാഷ്ട്രീയത്തെ വർഗീയതയായി ചിത്രീകരിക്കുന്ന രാഷ്ട്രീയത്തെയാണ് നമ്മൾ എതിർത്തത്. അത് BJP എന്ന പേര് നമ്മളൊന്നും പറഞ്ഞില്ലെങ്കിലും
ഭൂരിപക്ഷ വർഗീയതയുടെ രാഷ്ട്രീയമാണത്. ന്യൂനപക്ഷ രാഷ്ട്രീയം വർഗീയതയല്ല. ന്യൂനപക്ഷങ്ങൾ അവരുടെ രാഷ്ട്രീയം പറയുമ്പോൾ അവരെ വർഗീയവാദികളും തീവ്രവാദികളുമാക്കുന്നത് മറ്റൊരു തീവ്രവാദമാണ് എന്ന് ബദൽ രേഖയിലൂടെ പറഞ്ഞത് സാക്ഷാൽ MBR ആണ്. അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ വേട്ടയാടിയെന്ന് ഞാൻ നേരത്തെ പറയുകയുണ്ടായി. പക്ഷേ 87 മുസ്ലിം ലീഗ് നൽകിയ സീറ്റിലാണ് അന്ന് CMP അഴീക്കോട് നിന്നും വിജയിച്ചത്. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. അന്നും PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് വളരെ ചെറുപ്പക്കാരനായിരുന്നുവെങ്കിലും തെളിഞ്ഞ രാഷ്ട്രീയ നേതാവായിരുന്നു. അഹമ്മദ് അദ്ദേഹത്തെ ഞാൻ ഈ സമയത്ത് അനുസ്മരിക്കുകയാണ്. കണ്ണൂരിൽ ഞാൻ തിരിച്ചിവിടെ വരുമ്പോൾ അഹമ്മദ് സാഹിബാണ് ആ സീറ്റ്, അഴീക്കോട് സീറ്റ് നമുക്ക് അപ്പാർട്ട് ചെയ്തു തന്നത്. തളിപ്പറമ്പിൽ കേരള കോൺഗ്രസ് നേതാവ് PJ ജോസഫാണ് ആ സീറ്റ് നമുക്ക് നൽകിയത്. അന്ന് അവിടെ മത്സരിക്കാൻ തീരുമാനിച്ച ഡിജോ കാപ്പൻ ഈ അടുത്ത കാലത്ത് ഒരു ആക്സിഡൻറ്റ് പറ്റി മരിച്ചത് നിങ്ങളിൽ പലരും അറിഞ്ഞതാണ്. എന്തായാലും ശരി, അത്തരത്തിലുള്ള ഒരു വലിയ രാഷ്ട്രീയം, ആ രാഷ്ട്രീയം നമ്മൾ പറഞ്ഞു. അതിനുശേഷം ഞാൻ ഇന്ന് വളരെ പഴയ കഥകളിലേക്ക് അധികം പോകുന്നില്ല. നമ്മൾ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അപകടത്തെക്കുറിച്ച് 88 കാലം മുതലേ നമ്മൾ പറഞ്ഞു തുടങ്ങി. നമ്മുടെ ബദൽ രേഖയിൽ MBR എഴുതിയ ബദൽ രേഖയിൽ തന്നെ EMS എടുക്കുന്ന രാഷ്ട്രീയം ഇന്ന് BJP പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ വിത്തടങ്ങിയതാണ് എന്ന് അദ്ദേഹം മുഖത്തു നോക്കി പറയുകയുണ്ടായി. പ്രായോഗികമായി അത് പുറത്തു വന്നത് 89-ലാണ്. അതിനുശേഷം ഇന്ന് നമ്മൾ നോക്കുമ്പോൾ അടുത്ത കാലം വരെ നമ്മൾ സംഭവിച്ചുകൊണ്ടിരുന്നത് BJP അതിൻ്റെ എണ്ണം കൂട്ടിക്കൊണ്ടുവരികയാണ്. ഇടതുപക്ഷങ്ങൾ അതൊന്നും കണ്ടില്ല. ഇടതുപക്ഷങ്ങൾ അപ്പോഴും അംഗീകൃത ഇടതുപക്ഷങ്ങൾ അപ്പോഴും പറഞ്ഞത് ഇതൊക്കെ വലിയ കാര്യമൊന്നുമല്ല, ഇതൊക്കെ കോൺഗ്രസിൻ്റെ തെറ്റായ നയങ്ങൾ കൊണ്ടാണ് BJP വളരുന്നത് എന്ന ലാഘവമായ ഒരു തീരുമാനം അവരെടുത്തു. മൂന്നാം മുന്നണി പരീക്ഷിച്ചു. ആ മൂന്നാം മുന്നണി വമ്പിച്ച പരാജയമായി. ഒടുവിലേക്ക് എത്തിയപ്പോൾ കട്ടിങ് ദ ലോങ് സ്റ്റോറി ഷോർട്ട് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന പോലെ നീണ്ട കഥ വെട്ടിച്ചുരുക്കിക്കൊണ്ട് നമ്മൾ നോക്കിയാൽ BJP ഒറ്റയ്ക്ക് ഇന്ത്യ ഭരിക്കുന്ന അവസ്ഥയുണ്ടായി. BJP 2 തവണ ഇന്ത്യ ഭരിച്ചു. ഇപ്പോഴും BJP 3-ാം തവണ ഭരിച്ചതിൽ അവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. പക്ഷേ ഇന്നത്തെ കറണ്ട് പൊളിറ്റിക്സ് പറഞ്ഞ് ഞാൻ എൻ്റെ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിക്കാം. ഇന്നത്തെ കറണ്ട് പൊളിറ്റിക്സ് എന്താണ്? ഇന്നത്തെ കറണ്ട് പൊളിറ്റിക്സ് CMP ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ കാലാകാലമായി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്തിയില്ല എന്ന അഭിമാനം നമ്മൾ ഉയർത്തുമ്പോൾ തന്നെ ഇന്നത്തെ കറണ്ട് പൊളിറ്റിക്സിൽ ഇന്ന് ഇടതുപക്ഷ കക്ഷികൾ ആ നയം അംഗീകരിച്ച് കഴിഞ്ഞപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ പുറകിൽ ആരുമില്ല. ഇപ്പോഴാണ് അംഗീകരിച്ചത്, പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ ആരുമില്ല. ഇന്നെന്താണ് പശ്ചിമ ബംഗാളിലെ സ്ഥിതി? ഞാൻ പശ്ചിമ ബംഗാളിൽ എല്ലാ തെരഞ്ഞെടുപ്പിനും പോയി പ്രസംഗിക്കുന്ന ഒരാളാണെന്ന് ഈ വേദിയിലിരിക്കുന്ന പലർക്കും അറിയുന്നുണ്ടാവില്ല. സൈഫുദ്ദീൻ ചൗധരിയുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അദ്ദേഹം മരിച്ചതിന് ശേഷവും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് വേണ്ടി ഈ തെരഞ്ഞെടുപ്പിലും ഞാൻ അവിടെ പോയി ഏതാനും യോഗത്തിൽ പ്രസംഗിക്കുകയുണ്ടായി. ഇന്ന് CPM എന്നൊരു പാർട്ടി അവിടെ പല മണ്ഡലങ്ങളിലും നിലനിൽക്കുന്നില്ല. അവർ പരാജയപ്പെട്ടു എന്നുള്ളതല്ല പ്രശ്നം, അവിടെ ഇല്ല, പാർട്ടി ഇല്ല. അവരുടെ പാർട്ടി ഓഫീസുകളില്ല, അവരുടെ പാർട്ടി മെമ്പർമാരില്ല, DYFI ഇല്ല, SFI ഇല്ല. അതെല്ലാം ഊത്തുലഞ്ഞു നിൽക്കുന്ന കാലത്ത് ആ പാർട്ടിയുടെ SFIയുടെ അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ അംഗം എന്ന നിലയ്ക്ക് ആ പാർട്ടി പൂത്തുലഞ്ഞു നിൽക്കുന്നത് കണ്ട ഒരാളാണ് ഞാൻ. CMP ഉണ്ടാകുന്നതിനേക്കാളും മുൻപ് 80 ആദ്യത്തിൽ. പക്ഷേ ഇന്നവിടെ ആ പാർട്ടി ഇല്ല. ആ പാർട്ടി ഇല്ലാതായത്, ഞാൻ ആവർത്തിക്കുന്നു, ആരുടെയെങ്കിലും സ്വഭാവ ദൂഷ്യം കൊണ്ടൊന്നുമല്ല. സ്വഭാവ ദൂഷ്യങ്ങളും അഴിമതിയും ഒരു ഭാഗത്തുണ്ട്. പക്ഷേ രാഷ്ട്രീയ നയത്തിൽ തെളിമയില്ലാത്ത ഒരു സാഹചര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടായാൽ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ വേഗം നശിക്കും എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ബംഗാളിലെ പാർട്ടിയുടെ നാശം. അതാണ് ത്രിപുരയിലെ പാർട്ടിയുടെ നാശം. ത്രിപുരയിൽ ആദ്യമായി പരാജയപ്പെട്ടപ്പോൾ ലെനിൻ്റെ പ്രതിമ തല്ലിപ്പൊളിച്ചു കളഞ്ഞു. ഞാനവിടെ പോയി. എന്തിനാണ് അവിടെ പോയി നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ടാവും. ഞാൻ ലെനിൻ്റെ പ്രതിമ തകർന്നു കിടക്കുന്നത് കാണാനായിട്ട് ഇവിടെ നിന്ന് പോയി. അവിടെ നമുക്ക് പാർട്ടിയിലെ സൈഫുദ്ദീൻ്റെ പാർട്ടിയുടെ നേതാക്കന്മാർ പുതുതൊണ്ടയെല്ലാം ഉണ്ടായിരുന്നു. അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ നമ്മുടെ ചെറുകുന്നകാരനായിട്ടുള്ള ഒരു IS ഓഫീസറോട് അവിടുത്തെ IPSകാർ വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ ഒരാൾ വരുന്നുണ്ട്, കുഴപ്പക്കാരനാണോ? അവർ പറഞ്ഞു വലിയ കുഴപ്പമൊന്നുമില്ല.
നിങ്ങൾ ചായയെല്ലാം കൊടുക്കാം എന്ന് പറയും. അങ്ങനെ ഞാൻ SP ഓഫീസിൽ എന്നെ ക്ഷണിച്ചു. അദ്ദേഹം പറഞ്ഞത് ഇവിടെ ഗവൺമെൻറ് ഉണ്ടായിരുന്നൊരു പാർട്ടി പൊളിഞ്ഞിട്ട് 3-ാം ദിവസമാണ് ലെനിൻ്റെ പ്രതിമ പൊളിച്ചത്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് മിസ്റ്റർ ജോൺ, ആ പൊളിഞ്ഞ പ്രതിമയുടെ കയ്യും കാലും ഒരു പറക്കിക്കൂട്ടി കൊണ്ടുപോകാൻ പോലും ഇവിടെ ഒരു പാർട്ടിക്കാരനുണ്ടായില്ല. എൻ്റെ പോലീസുകാരാണ് എന്ന് പറഞ്ഞാൽ ആ പ്രതിമയുടെ തകർച്ച അവിടുത്തെ പാർട്ടിയുടെ തകർച്ചയുടെ ഒരു പ്രതീകമായി. അപ്പോൾ ബംഗാളിലും ത്രിപുരയിലും BJP ആണ് ഭരിക്കുന്നത് എന്നുള്ളത് ഇപ്പോഴും മലയാളിയുടെ സൈക്കിയിൽ, മലയാളിയുടെ രാഷ്ട്രീയ ബോധ്യത്തിൽ ഇപ്പോഴും പതിഞ്ഞിട്ടില്ല. അവിടെ BJP ആണ് ഭരിക്കുന്നത്, BJP മുഖ്യമന്ത്രിയാണ് ഭരിക്കുന്നത്. ആ BJPയുടെ ഇന്നത്തെ മുഖ്യമന്ത്രി നമ്മുടെ മമതാ ബാനർജിയുടെ നേതാവായിരുന്നു. അദ്ദേഹത്തെ അഴിമതി ആരോപണത്തിൽ അറസ്റ്റ് ചെയ്തയാൾ ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ DGP ആണ്. അദ്ദേഹം എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം അയാളെ പാർട്ടി മാറ്റി BJPയിൽ കൊണ്ടുവന്ന് ഇന്നവിടെ BJP ഭരിക്കുകയാണ്. അപ്പോൾ ഞാനിത് ഇത്രയും വിസ്തരിച്ച് പറഞ്ഞത് എന്താണ് കേരളത്തിലെ CPM-നെ കാത്തിരിക്കുന്നത് എന്ന് പറയുന്നത്. ഒരു ഭാഗത്ത് BJPയുടെ ശക്തി കൂടി, മറുഭാഗത്ത് ഇന്നിപ്പോൾ പാറ്റകളുടെ സമരം, പാറ്റ പാർട്ടി അല്ലെങ്കിൽ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പാർട്ടിയുടെ സമരം വന്നു. ആദ്യം അത് ബോധപൂർവം ചെയ്തു തന്നെയായിരിക്കും. ആദ്യമേ കോൺഗ്രസ് അവിടെ ചാടി ഇറങ്ങിയെങ്കിൽ അത് കോൺഗ്രസിൻ്റെ പേരുള്ള ആരോപണമാകുമായിരുന്നു. കൃത്യസമയത്ത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അതേപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയും നമ്മളൊക്കെ തെരുവിൽ സമരം ചെയ്യുന്ന പോലെ, വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്നത് പോലെ ഒരു വിദ്യാർത്ഥിനിയെയും പോലെയാണ് നമ്മുടെ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും അവിടെ പോലീസുകാരുമായിട്ട് ഏറ്റുമുട്ടിയത്. ഇന്ന് ആദ്യമായി ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, വലതുപക്ഷങ്ങൾ മാർച്ച് ചെയ്ത് മുന്നോട്ട് പോയെങ്കിൽ ആ വലതുപക്ഷത്തിൻ്റെ പ്രതീകമായ BJPയുടെ കൗണ്ട് ഡൗൺ ആരംഭിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ്. പക്ഷേ കേരളത്തിലെ CPM ഇപ്പോഴും മാറിയോ? കേരളത്തിലെ CPM-ന് ഇപ്പോഴും എന്തെങ്കിലും വ്യക്തത വന്നോ? അവരുടെ രാഷ്ട്രീയ നയത്തിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? അവിടെയാണ് BJP തകരുന്നുണ്ട് അല്ലെങ്കിൽ BJP പരാജയത്തിലേക്ക് നീങ്ങുന്നുണ്ട് എന്ന ചില സൂചനകൾ അവർ വീണ്ടും തിരിച്ചടിക്കാം വരുന്നുണ്ടെങ്കിലും യോജിച്ച ഒരു മുന്നണി, കോൺഗ്രസും ഇടതുപക്ഷങ്ങളും സോഷ്യലിസ്റ്റുകളും ഹിന്ദു വ്യക്തികളും ഗ്രൂപ്പുകളും അടങ്ങുന്ന ഒരു മഹാപ്രസ്ഥാനം കെട്ടിപ്പടുക്കണം എന്ന കാതലായ രാഷ്ട്രീയത്തിൻ്റെ അരുകിൽ നിൽക്കാൻ പോലും CPM-ന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷങ്ങൾ തയ്യാറല്ല. ശരി, അവരവരുടെ വഴിക്ക് പോട്ടെ, നമ്മളവരെ വിമർശിച്ച് സമയം കളയേണ്ട കാര്യമില്ല. അവിടെയാണ് ഈ കൺവെൻഷൻ ഏറ്റവും പ്രധാനമായി തീരുന്നത്. നാളെ ഞങ്ങൾ കൺവെൻഷൻ്റെ രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിക്കുന്നുണ്ട്. ഞങ്ങളുടെ കൺവെൻഷനിലെ മുഖ്യ അതിഥി എന്ന് പറയുന്നത് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തെ ഏറ്റവും സജീവമായി നയിക്കുകയും അതിനെ രാഹുൽ ഗാന്ധിയുമായി കണ്ണി ചേർക്കുകയും ചെയ്ത യോഗേന്ദ്ര യാദവാണ് ഞങ്ങളുടെ സമ്മേളനത്തിൻ്റെ മുഖ്യാതിഥിയായിട്ട് നാളെ വരുന്നത്. ഞങ്ങളോട് വരുമ്പോൾ കാണാൻ സാധിക്കും. അപ്പം അത്തരത്തിലുള്ള ഒരു വഴിയിലാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കേരളത്തിൽ CPM എങ്ങോട്ട് പോകുന്നതെന്ന് അവരാലോചിക്കട്ടെ. എന്താണ് കണ്ണൂരിൽ സംഭവിച്ചത്? ഇപ്പോൾ TK ഗോവിന്ദ മാഷ് ഇവിടെ ഇരിക്കുന്നു. വളരെ സിമ്പിളാണ്. അദ്ദേഹത്തോടൊപ്പം ആയിരക്കണക്കിന് ആളുകളൊന്നും പാർട്ടിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ടില്ല. ഞാൻ ആ ചരിത്രമൊന്നും പറയുന്നില്ല. ഞാനാണ് അദ്ദേഹത്തെ ആദ്യമായിട്ട് വിളിച്ചത്. അപ്പം എന്നോട് CPM-ൽ ഇപ്പോഴും നിൽക്കുന്ന ചില ആളുകൾ പറഞ്ഞു, ഇത് രഹസ്യമായി വെക്കണം. ഞാൻ പറഞ്ഞു, കോമ്രേഡ്, ഇത് അങ്ങനെ രഹസ്യമായിട്ട് വയ്ക്കാൻ പറ്റില്ല. മുട്ട പൊട്ടിച്ചാലേ ഓംലെറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത് പുറത്തു വന്നല്ലേ പറ്റുള്ളൂ. അങ്ങനെ TK ഗോവിന്ദ മാഷ് നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഈ വേദിയിൽ MLA ആയിട്ടിരിക്കുകയാണ്. എന്താണിത് കാണിക്കുന്നത്? കണ്ണൂരിലെ CPM-ന്റെ അണികൾ ഒരു കാര്യം തീരുമാനിച്ചിരിക്കുന്നു. ആ അണികളെ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. എന്താണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്? കണ്ണൂരിനെ ഒരു ബംഗാളാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. സഖാവ് പിണറായി ഗോവിന്ദ മാഷേ, ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങളിവിടെ ഉണ്ട്. ഞങ്ങൾ ഈ പാർട്ടിയെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഈ പാർട്ടിയെ തോൽപ്പിക്കുകയാണ് എന്ന് പറയുന്ന ഗുഡ് കമ്മ്യൂണിസ്റ്റ്, നല്ല കമ്മ്യൂണിസ്റ്റ് എന്ന് ലിയു ഷാവോച്ചി വിളിച്ച നല്ല കമ്മ്യൂണിസ്റ്റുകാരായ ഇന്നും CPM-നകത്തിരിക്കുന്ന സഖാക്കളെ
ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട്, കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അഭിവാദ്യം ചെയ്യുകയാണ്. അവരാണ് ഇവിടെ ഏറ്റവും വലിയ മാറ്റം വരുത്തിയത്. പക്ഷേ അവർക്ക് എത്ര കാലം അവിടെ ഒളിച്ചിരിക്കാൻ പറ്റും? അവർക്ക് എങ്ങനെ CPM-ൻ്റെ തെറ്റായ ഈ തോടിനകത്ത് എത്ര നാളിരിക്കാൻ പറ്റും? അധികം നാളിരിക്കാൻ പറ്റില്ല. കുഞ്ഞികൃഷ്ണൻ്റെയും കാര്യം അതാണ്. അദ്ദേഹം കണക്കേ ചോദിച്ചുള്ളൂ. പക്ഷേ അദ്ദേഹം CPM-നെ കൊണ്ട് കണക്ക് പറയിപ്പിച്ചു. കണക്ക് പറയില്ല എന്ന് പറഞ്ഞു. ഇന്നലെ തോമസ് ഐസക് വന്നിട്ട് എന്തോ കണക്കിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. ഞാനതിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇന്ന് CPM-ൽ ഒരുപാട് ആളുകൾ പുറംപോക്കിൽ നിൽക്കുകയാണ്. ഞാൻ അവരോടെല്ലാം ചേർത്ത് പറയുകയാണ്. ഞാനിതെല്ലാം പറയാനുള്ള ഒരു ഭയങ്കരനായ ഒരു മനുഷ്യനാണെന്നുള്ള തെറ്റിദ്ധാരണയൊന്നും എനിക്കില്ല. ഞാൻ തന്നെ ശബ്ദം വളരെ താഴ്ത്തിയാണ് സംസാരിക്കുന്നത്. ഞാൻ വളരെ വിനയത്തോടു കൂടി നിങ്ങളോട് പറയുകയാണ്, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ ഒന്നാവണം. എന്തിനൊന്നാവണം? എതിരാളികളെ തല്ലിക്കൊല്ലാനല്ല. ഈ രാജ്യത്തെ രക്ഷിക്കണമെങ്കിൽ, ഈ രാജ്യത്ത് ഇന്നിപ്പോൾ തൊഴിലാളികൾക്കെതിരായി ബില്ല് വന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് AITUC-യെ കെട്ടിപ്പടുത്തത്. കോൺഗ്രസ്സാണ് AITUC ഉണ്ടാക്കിയത്. AITUC-യുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതും AISF-ൻ്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതും ജവഹർലാൽ നെഹ്റുവാണ്. അപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് പോലും അദ്ദേഹത്തെക്കാൾ സോഷ്യലിസ്റ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ പാർട്ടി നിന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിന്നത്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, നമുക്കിങ്ങനെ പോയാൽ മതിയോ? നമുക്കൊരു പുനർചിന്തനം ചെയ്യണ്ടേ? അപ്പോൾ ഞാനിവിടെയുള്ള കണ്ണൂരിലുള്ള കമ്മ്യൂണിസ്റ്റുകാരോട്, കണ്ണൂരിലും വടക്കേ മലബാറിലുള്ള കമ്മ്യൂണിസ്റ്റുകാരോട് പ്രത്യേകമായി സംസാരിക്കാനാണ് ഈ കൺവെൻഷൻ ഇവിടെ വെച്ചിട്ടുള്ളത്. ഞാൻ അവരോട് പറയുന്നത്, നിങ്ങളെല്ലാവരും നാളെ CMP-യിൽ ചേരണം എന്ന് മാത്രം. ചേർന്നാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ ആ ഒരു മുദ്രാവാക്യം ഞാനിപ്പോൾ വയ്ക്കുന്നില്ല. ഞാൻ പറയുന്നത് നമുക്ക് സഹകരിക്കണം, നമുക്ക് സഹകരിച്ച് മുന്നോട്ട് പോകണം. കഴിയുന്നത്ര ആളുകൾ നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് വരണം. ഞാൻ ഈ വേദിയിൽ വെച്ച് TK ഗോവിന്ദൻ മാഷയെയും CMP-യിലേക്ക് ഔപചാരികമായി വരണം ക്ഷണിക്കുകയാണ്. സ്വീകരിക്കുകയല്ല, ക്ഷണിക്കുകയാണ്. കുഞ്ഞിഷ്ണമല്ലയുടെ എത്താറായി പുതിയ തെരുവിലെത്തി എന്നാണ് അജീന് പറയുന്നത്. എന്തായാലും ശരി, അവരെ ഞാൻ ക്ഷണിക്കുകയാണ്. അവർ ക്ഷണിച്ചിട്ട് അവർ വരണം എന്നുള്ള രീതിയിലല്ല. പക്ഷേ ഞാൻ അവരെ ക്ഷണിക്കുമ്പോൾ തന്നെ അവരെ വിജയിപ്പിച്ച 10,000-കണക്കിന് ആളുകളുണ്ട്. 15,000 വോട്ടിനാണ് TK ഗോവിന്ദൻ ജയിച്ചിട്ടുള്ളത്. വലിയല്ലേ? 15,000 വോട്ടിനാണ് ജയിച്ചിട്ടുള്ളത്. നമ്മൾ മൂസാൻകുട്ടി അവിടെ 2,000 വോട്ടിന് തോൽക്കാൻ പെട്ട പാട് നമുക്കറിയാം. പിന്നീട് വാലമാഷ് 6,000 വോട്ടിന് മാത്രം തോൽക്കാൻ കൊണ്ട അടി നമുക്കറിയാം. കാര്യമായ അടിയും മർദ്ദനമൊന്നും ഉണ്ടായില്ല. ചെറിയ ചെറിയ സ്ക്രിമിഷസ് എന്ന് പട്ടാളത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ചില ഉന്തും തള്ളുമേ ഉണ്ടായിട്ടുള്ളൂ. കാരണം അങ്ങനെ തല്ലാനും കുത്താനും പോയവരൊക്കെയാണ് ഇദ്ദേഹത്തിനെ വോട്ട് കുത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കള്ളവോട്ട് ചെയ്യേണ്ട എന്നൊരു സഖാവ് ഞാൻ കള്ളവോട്ട് ചെയ്യാം. നീ കള്ളവോട്ട് ചെയ്യണം, നീ കള്ളവോട്ട് ചെയ്യുകയാണെങ്കിൽ അത് TK ഗോവിന്ദനെ ചെയ്യുള്ളൂ എന്ന് എനിക്കറിയാം എന്നാണ് ഒരു ഏരിയ സെക്രട്ടറി പറഞ്ഞത്. അപ്പോൾ CPM-ൻ്റെ പാർട്ടി ഘടനയിലേക്ക് ഉപ്പുവെള്ളം കയറിയിരിക്കുന്നു. പാർട്ടി ഒരു വെള്ളം കയറാത്ത അറയാണ് എന്ന് കണ്ണൂരിൽ നിങ്ങൾ അഭിമാനിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അഴീക്കോടൻ മന്ദിരമൊക്കെ പൊളിച്ചു പണിതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വലിയ കെട്ടിടം പണിതു. ബിൽഡിംഗ് കമ്മിറ്റി എന്തായാലും ഗോവിന്ദൻ മാഷായാലും ബിൽഡിംഗ് പണിത് കഴിഞ്ഞോട് കൂടിയിട്ട് പാർട്ടി ഇല്ലാതായി, ബിൽഡിംഗ് മാത്രമായി. അതാണ് ബംഗാളിൽ സംഭവിച്ചത്. അതുകൊണ്ട് കണ്ണൂരിലെ സഖാക്കൾ തുറന്ന് ചിന്തിക്കണം. കണ്ണൂരിലെ സഖാക്കൾ അവരുടെ പാർട്ടിയിൽ തന്നെ നിന്നാലും വിരോധമൊന്നുമില്ല. അതുകൊണ്ടാണ് ഈയിടെ യോഗേന്ദ്ര യാദവ് പറഞ്ഞത്, പാർട്ടികളെ ഇടതുപക്ഷവൽക്കരിക്കണം, പാർട്ടികളെ കമ്മ്യൂണിസ്റ്റ്വൽക്കരിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. സോഷ്യലിസ്റ്റീകരിക്കണം, ഇടതുപക്ഷീകരിക്കണം. അവരുടെ ചിന്തകളിൽ, അവരുടെ ഭാവങ്ങളിൽ, അവരുടെ രൂപങ്ങളിൽ മാറ്റം വരണം. കാരണം ലോകത്ത് പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് മാത്രമേ ജനങ്ങളെ രക്ഷിക്കാൻ കഴിയുമല്ല, നമുക്ക് അധികാരത്തിൽ വരാൻ വേണ്ടിയല്ല. ജനങ്ങളെ രക്ഷിക്കാൻ അവർക്ക് സാധിക്കൂ എന്നതുകൊണ്ട് അവരൊന്നിക്കണം എന്നതാണ് CMP മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം. എന്നാൽ എന്താണ് പിണറായി വിജയൻ ഗവൺമെൻറ് ചെയ്തത്? ഞാൻ ഇന്നലെ CITUവിൻ്റെ ഒരു സമരം തീർത്തു. ട്രാൻസ്പോർട്ട് ഓഫീസിൻ്റെ മുന്നിൽ CITUവിൻ്റെ സമരം ഉണ്ടായിരുന്നു. ഞാനവരെ സമരത്തിൻ്റെ അവസാന ചർച്ചയുടെ ഘട്ടത്തിൽ ഞാൻ യാദൃശ്ചികമായിട്ട് അതിലിരുന്നു. ഞാൻ പറഞ്ഞു, ഞങ്ങൾ സ്ട്രൈക്ക് ബ്രേക്ക് ചെയ്യില്ല, സമരം നടക്കും, സമരത്തെ നേരിടും. പക്ഷേ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന യൂണിയനെ പൊളിക്കാൻ ഞങ്ങളില്ല. നിങ്ങൾ സമരം ചെയ്തോ, യൂണിയനിലുള്ള ആളുകൾ നമ്മുടെ കൂടെ വന്നാൽ വിരോധമൊന്നുമില്ല. പക്ഷേ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന യൂണിയനെ അതിനകത്ത് കയറി
ശല്യപ്പെടുത്തുക എന്നുള്ളത് ഇടതുപക്ഷ രീതിയല്ല. സമരം ചെയ്യുന്ന ഒരു യൂണിയൻ നമുക്കിഷ്ടമുള്ള യൂണിയനാണോ അല്ലയോ, അതിനെ അധിക്ഷേപിക്കുന്ന ഒരു രീതി ശരിയല്ല. പിണറായി ഗവൺമെൻറ് ചെയ്തത് ആശാ സമരത്തെ ഒരു ജന്മിവാടംബിക്കാലത്തെ സമരം തകർക്കൽ സ്ട്രൈക്ക് ബ്രേക്കറെ പോലെ പിണറായി വിജയൻ പെരുമാറിയെന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. അതുകൊണ്ട് ഈ ഗവൺമെൻറ്, UDF ഗവൺമെൻറ്, ബഹുമാനായ VD സതീശൻ ഗവൺമെൻറ് സമരങ്ങളോട് ഒരു അസഹിഷ്ണുതയുമില്ല. പക്ഷേ അനാവശ്യമായ സമരങ്ങൾ ചെയ്യരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അതിലേക്ക് ഞാൻ വരുന്നില്ല, തൽക്കാലം കടക്കുന്നില്ല. എന്തായാലും ശരി, കേരളത്തിലെ വടക്കേ മലബാറിൻ്റെ രാഷ്ട്രീയം മാറുകയാണ്. ആ വടക്കേ മലബാറിൻ്റെ രാഷ്ട്രീയത്തിൽ വലിയ കാറ്റടിച്ചിരിക്കുന്ന ഒരു വടക്കൻ കാറ്റ്. ആ വടക്കൻ കാറ്റ് CPMൻ്റെ കടപുഴകും. ഞാൻ CPM എന്ന പാർട്ടിയെ കുറ്റപ്പെടുത്തുകയല്ല, ഏതൊരു സ്റ്റാലിനിസ്റ്റ് പാർട്ടിയെയും കാത്തിരിക്കുന്ന ദുരന്തം ഇന്ന് CPMനെയും കാത്തിരിക്കുകയാണ്. അസംബ്ലിയിൽ ഒരു ചർച്ച നടന്നപ്പോഴും സ്റ്റാലിനെ ഉയർത്തിപ്പിടിക്കാനാണ് സഖാവ് പിണറായി വിജയൻ ശ്രമിച്ചത്. ഞാനതിന് മറുപടി ഒന്നും പറയാനുള്ള അവസരം എനിക്കുണ്ടായിരുന്നില്ല. എന്തായാലും ശരി, സ്റ്റാലിനിസത്തിൻ്റെ പ്രേതങ്ങൾ ആവേശിച്ച കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ലോകത്തൊരു സ്ഥലത്തും മുന്നോട്ട് പോവില്ല. പക്ഷേ നമുക്കൊരു പ്രസ്ഥാനം വേണം, നമുക്കൊരു പുരോഗമന പ്രസ്ഥാനം വേണം. ലോകത്ത് ജനങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്നു, ആളുകൾ പട്ടിണിയിലേക്ക് തള്ളപ്പെടുന്നു. എന്താണ് കേരളത്തിലെ സ്ഥിതി? ഇന്ന് പ്രിയദർശിനി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രി. ഒരു സാധാരണ ഓർഡിനറി ബസ്സിൽ, ആ ഓർഡിനറി ബസ് പ്രത്യേകമായി ചമയിച്ചെടുത്തൊരു ബസ്സല്ല, അത് തമ്പാനൂരിൽ നിന്നും അഞ്ചുതെങ്ങിലേക്ക് പോയ സാധാരണ ഓർഡിനറി ബസ്സാണ്. ആ ബസ്സിലാണ് ഞാനും അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്തത്. ആ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ട് ആ പ്രിയദർശിനി സ്കീം ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളാകെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. ഇത്രയും ബുദ്ധിമുട്ടിലായിരുന്നു സ്ത്രീകൾ. ഞാനടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾ, മത നേതാക്കൾ, സാമൂഹ്യ നേതാക്കൾ, മാധ്യമ നേതാക്കൾ, അവരെല്ലാം ഇന്ന് കേരളത്തിൽ ഒരു ഭദ്രലോകമായി തീർന്നിരിക്കുകയാണ്. അവർക്കങ്ങനെ ബസ്സിലൊന്നും പോകേണ്ട ആവശ്യമില്ല. നേതൃത്വത്തിന് ക്ഷണികൾ പോകുന്ന ബസ്സിലാണ്. ഒരു സ്ത്രീ അവരുടെ ജോലിക്ക് പോകുമ്പോൾ അവർക്ക് കിട്ടുന്നത് 8,000 ഉറുപ്പികയാണ് അല്ലേ? ഒരു മാസം 8,000, 10,000, 11,000, 12,000 തികയുന്നില്ല. അവിടെയാണ് VD സതീശൻ ഗവൺമെൻറ് ഇട്ട ബസ്സിൽ അവർ കയറിയിട്ട് പറയുന്നത് ഞങ്ങൾക്ക് 2,500 രൂപ വർധനവ് കിട്ടിയിരിക്കുന്നു. ഒരു സ്ത്രീ പറഞ്ഞ ഒരു മറുപടി എന്നെ അല്ലാതെ എൻ്റെ മനസ്സിനെ ഉലച്ചു. അവർ ബസ്സിൻ്റെ സീറ്റിലിരിക്കുന്ന ഒരു വനിതാ മാധ്യമ പ്രവർത്തകരോട് ചോദിച്ചു, എന്താണ് പ്രിയദർശിനി റൂട്ടിനെ കുറിച്ച്, സ്കീമിനെ കുറിച്ച് അഭിപ്രായം? അവർ പറഞ്ഞു, മോളെ, എൻ്റെ ഭർത്താവ് ഒരു രോഗിയാണ്, എൻ്റെ ഭർത്താവിന് മരുന്ന് മേടിക്കാനുള്ള പൈസയില്ല, എൻ്റെ വരുമാനം മാത്രമേ ഉള്ളൂ, കുട്ടികളുണ്ട്, പല ദിവസവും ഫുഡ് പോലും കഴിക്കാറില്ല, ഭക്ഷണത്തിന് പൈസ തയ്യാറില്ല. അതുകൊണ്ട് ഈ സ്കീം വന്നതുകൊണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കും എന്ന് പറയുന്ന സ്ത്രീകളുണ്ട് എന്ന കാര്യം കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ നേതൃത്വം, ഞാനടക്കം കണ്ടില്ല എന്ന സ്വയം വിമർശനത്തിൻ്റെ ക്ഷമാപണമാണ് വാസ്തവത്തിൽ രാഹുൽ ഗാന്ധി അവതരിപ്പിച്ച പ്രിയദർശിനി പദ്ധതി. നമ്മളല്ല അവതരിപ്പിച്ചത്, രാഹുൽ ഗാന്ധിയാണ് അവിടെ വന്ന് പറഞ്ഞത് അല്ലേ പാർട്ടി. ഞാൻ രാഹുൽ ഗാന്ധിയെ സമാപന സമ്മേളനത്തിൽ സ്വാഗതം പറഞ്ഞത് ഞാനാണ്. പുതുയുഗ യാത്രയുടെ സമാപനം തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടം നടക്കുമ്പോൾ UDFൻ്റെ സെക്രട്ടറി എന്ന നിലയ്ക്ക് ഞാനാണ് സ്വാഗതം പറഞ്ഞത്. പക്ഷേ ഞങ്ങളെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞു, നിങ്ങൾക്ക് എന്താണ് ഈ നാടെന്നറിയില്ല, കേരളം നമ്പർ 1 അല്ലേ, കേരളത്തിൽ ദാരിദ്ര്യമില്ല. നമ്മുടെ ഗോവിന്ദൻ മാഷ് കടത്തി പറഞ്ഞു, അദ്ദേഹം കുറേ ഡിക്ഷണറികൾ വാങ്ങിക്കൊണ്ടുവന്ന് അതിൽ ദാരിദ്ര്യം ഒന്ന് എഴുതിയതെല്ലാം വെട്ടിക്കളയാൻ UPF-കാരോട് ആവശ്യപ്പെട്ടു. ഇനിയിപ്പോൾ നമ്മൾ വിചാരിച്ചാലും ദാരിദ്ര്യം ഉണ്ടാവില്ല, കാരണം നിഘണ്ടുവിൽ നിന്ന് ദാരിദ്ര്യം വെട്ടിക്കണം. സർക്കാർ ഉത്തരവ് ഇറക്കാഞ്ഞത് ഭാഗ്യം. പക്ഷേ ഈ നമ്പർ 1 ആയിട്ടുള്ള കേരളത്തിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാറില്ല എന്ന് പറയുന്ന 10,000-കണക്കിന് സ്ത്രീകൾ നമുക്ക് ചുറ്റുമുണ്ടായിരുന്നുവെന്ന് നമുക്ക് കാണിച്ചു തന്നത് ബഹുമാന്യനായ രാഹുൽ ഗാന്ധിയാണ് എന്ന കാര്യം നമ്മൾ പറഞ്ഞുള്ളത്. ആളുകൾ എന്നെ പ്രശംസിക്കുന്നുണ്ട്, ഞാൻ മന്ത്രിയായിപ്പോയി.
അതിലൊന്നും എനിക്കറിയാൻ നമ്മളൊന്നുമല്ല അതിൻ്റെ ആൾ. അപ്പോൾ അതുകൊണ്ട് പക്ഷേ നമ്മളത് തിരക്കേടില്ലാതെ അത് നടപ്പാക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധി സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് വലിയ ചർച്ചകൾ നടന്നു. എന്താ പറഞ്ഞത്? സമ്പന്നരായ സ്ത്രീകൾക്ക് കൊടുക്കരുത്, പാവപ്പെട്ട സ്ത്രീകൾക്ക് കൊടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് താത്വികമായ വിശകലനം നമ്മുടെ ഗോവിന്ദ മാഷെ പോലെ കുറേ താത്വികരായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരോട് ഞാൻ പറഞ്ഞു, നോ, എൻ്റെ സംഭാവന അതേ ഉള്ളൂ. എൻ്റെ സംഭാവന അതേ ഉള്ളൂ. ഒരു സ്ത്രീ ഒരു ദിവസം 4 പ്രാവശ്യം 2 ബസ്സിൽ കയറിയാൽ ഞാൻ പാവപ്പെട്ടവളാണ് എന്ന് യാതൊരു പരിചയമില്ലാത്തൊരു കണ്ടക്ടറുടെ മുമ്പിൽ നാട്ടുകാരെല്ലാം കേൾക്കുന്ന തരത്തിൽ പറയേണ്ടി വരുന്നൊരു സ്കീം UDF ഗവൺമെൻറ് നടപ്പാക്കില്ല. ഫ്രീ ആണെങ്കിൽ എല്ലാവർക്കും ഫ്രീ. അപ്പോൾ ചിലർ പറഞ്ഞു കാസർഗോഡ് വെച്ച് നിർത്തണം, തലപ്പാടി വെച്ച് നിർത്തണം. നോ, അവർ പോട്ടെ. പൊള്ളാച്ചിക്ക് പോടരുത്, പാലക്കാട്. നോ, അവർ പോട്ടെ. വളരെ അയവേറിയ തരത്തിലാണ് പ്രിയദർശിനി സ്കീം തോന്നുന്നത്. ഞാൻ പ്രിയദർശിനി സ്കീമിനെ കുറിച്ച് പറയാൻ സമയമെടുക്കുകയല്ല, നമ്മുടെ നാട്ടിലെ ദാരിദ്ര്യത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ സമയമെടുക്കുന്നത്. അങ്ങേയറ്റം ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവർ പണ്ടത്തെ പോലെ കീറി പറഞ്ഞ ഡ്രസ്സല്ല ഇടുന്നത്. ഇപ്പോൾ കീറി പറഞ്ഞ ഡ്രസ്സ് ഇടുന്നത് പണക്കാരാണ്, അതിന് വലിയ പൈസയാണ് ഇല്ലേ? ഒരു ജീൻസ് വാങ്ങിച്ച് 10-12 സ്ഥലത്ത് ഓട്ടയിട്ടിട്ടാണ് കുട്ടികൾ നടക്കുന്നത്. അതിന് 10,000-5,000 റുപ്യ, നല്ല ജീൻസിന് 5,000-2,000 റുപ്യ. അപ്പോൾ കീറിയ ജീൻസിന് വില കൂടുതലാണ്. അപ്പോൾ കീറി പറഞ്ഞ ഡ്രസ്സ് ഇട്ടാലേ പണ്ട് ദരിദ്രനാവുള്ളൂ. ഇപ്പോൾ ദരിദ്രർ കീറാത്ത ഡ്രസ്സും ധനവാന്മാർ കീറിയ ഡ്രസ്സും ഇടുന്നൊരു കാലമാണ്. അതൊരു ഫാഷനാണ്. പക്ഷേ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം കണ്ടു തുറക്കണം. അതുകൊണ്ടാണ് CMP പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ദാരിദ്ര്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. സ്ത്രീകളോടുള്ള അവഗണന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. വിദ്യാർത്ഥികളോടുള്ള അവഗണന. വിദ്യാർത്ഥികൾ ഇന്ന് പഠിക്കുന്നു. BJPയുടെ മുഖത്തടിക്കാൻ വിദ്യാർത്ഥി സമൂഹത്തിന് കഴിഞ്ഞു. അവരെ പാറ്റകളെന്ന് വിളിച്ച മഹാപണ്ഡിതന്മാരെ അവർ കണക്കിന് കളിയാക്കി. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഐക്യം ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഞാൻ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൽ കൂടെ വന്നതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ മാർട്ടിനോട് പറയായിരുന്നു, വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കണം. അവരെ CMPയുടെ സംഘടന വേണോ, കോൺഗ്രസിൻ്റെ സംഘടന വേണോ, MSF വേണോ, അതല്ല KSU വേണോ എന്നുള്ളതല്ല, വിദ്യാർത്ഥികളെ വിളിച്ചു കൂട്ടണമെന്നുള്ള അഭിപ്രായം ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ്. അതിന് സംഘടനകളെ ഉപയോഗിക്കാം, പക്ഷേ അവർ സംഘടനയിൽ ചേരണമെന്നില്ല. ഈ കണ്ണൂർ ജില്ലയിലെ വിദ്യാർത്ഥി സംഗമം ഒരു കണ്ണൂർ അസംബ്ലി മണ്ഡലത്തിൽ വിളിച്ചു കൂട്ടിയാൽ എൻ്റെ അഭിപ്രായത്തിൽ 5,000 പേര് നമ്മൾ വിളിച്ചാൽ വരും ഇല്ലേ? അവിടെ ചിലപ്പോൾ കൊടി വയ്ക്കേണ്ടി വരില്ല, പക്ഷെ കുട്ടികൾ വരും. കാരണം SFIയിലൊന്നും ഇപ്പോൾ ആർക്കും വേണ്ടത്ര പഴയ പോലെ വിശ്വാസമില്ല. SFI അതിൻ്റെ മുറിവുണക്കാൻ വേണ്ടി ഈ സമരത്തിലൊക്കെ ഓടിക്കയറാൻ ശ്രമിച്ചു. MABB അടക്കം എല്ലാവരും പോയി. പക്ഷെ അവരോട് വിദ്യാർത്ഥികൾ പറഞ്ഞു, നിങ്ങൾ ഭരണത്തിലിരുന്നപ്പോൾ സമരം തകർത്തുകൊണ്ടിരുന്നത് ഞങ്ങൾ കണ്ടതാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളെ വലിയ വിശ്വാസമൊന്നുമില്ല. ഞങ്ങൾക്ക് വിശ്വാസം ഒരാളേ ഉള്ളൂ, അത് ഞങ്ങൾക്ക് വിശ്വാസം രാഹുൽ ഗാന്ധിയാണ് എന്നവർ പറഞ്ഞു. നമ്മുടെ പയ്യന്നൂർ MLA വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞു. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം CMPയുടെ ഒരു പ്രധാന വേദിയിലേക്ക് ആദ്യമായിട്ടാണ് കടന്നു വരുന്നത്. എന്തായാലും ഞാനുമായിട്ട് ആദ്യമായിട്ടാണ് വേദി പങ്കിടുന്നത്. അദ്ദേഹത്തെ നേരത്തെ തന്നെ സ്വാഗതം ചെയ്തെങ്കിലും ഒരിക്കൽ കൂടി ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പ്രസംഗം വളരെ നീണ്ടുപോയി എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നമ്മുടെ ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ ഗവൺമെൻറ് ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണ്. സ്ത്രീകളുടെ പ്രശ്നം തൊഴിലാളികളുടെ പ്രശ്നമാണ്, തൊഴിലെടുക്കുന്ന സ്ത്രീകളുടെ പ്രശ്നമാണ്, കൃഷിക്കാരുടെ പ്രശ്നമുണ്ട്, അവർക്ക് പൈസ കിട്ടാത്ത പ്രശ്നമുണ്ട്. അത് പരിഹരിക്കാൻ ഇന്ന് സഹകരണ വകുപ്പ് മന്ത്രി ബഹുമാനായ ലിജു അദ്ദേഹത്തിൻ്റെതായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ കാട്ടാനകളുടെ ശല്യം, കാട്ടാനകൾക്ക് ഗവൺമെൻറ് മാറിയതൊന്നും കൃത്യമായിട്ടൊന്നും മനസ്സിലായിട്ടില്ല എന്ന കാര്യം നമുക്കറിയാം. അവരിപ്പോഴും ആക്രമിക്കുന്നുണ്ട്, നമ്മൾ കൊല്ലപ്പെടുന്നുണ്ട്. പക്ഷേ കാട്ടാന ശല്യം കൊണ്ട് ആളുകൾ മരിച്ചാൽ അത് തിരിഞ്ഞു നോക്കാത്തൊരു മന്ത്രിയല്ല നമ്മുടെ ബഹുമാനായിട്ടുള്ള ഷിബു ബേബി ജോൺ. അതുപോലെ നമുക്കെല്ലാം പ്രിയങ്കരനായിട്ടുള്ള എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിട്ടുള്ള സണ്ണി ഇലക്ട്രിസിറ്റി മന്ത്രിയായിട്ടുണ്ട്. ഇപ്പം മഴ പെയ്യുന്നില്ല, ഈ കർക്കിടക മാസത്തിൽ നമ്മളിരുന്ന് വിയർക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് പൈസ കൊടുത്താൽ പോലും ഇന്ന് കറണ്ട് കിട്ടാത്ത അവസ്ഥയാണ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്.
പസഫിക് സമുദ്രത്തിലെ എൽ നീനോ പ്രതിഭാസം കൊണ്ടാണത്രേ മഴ വളരെ കുറഞ്ഞു പോയിരിക്കുന്നത്. ആ മഴ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പോലും ഏറ്റവും നല്ല തരത്തിൽ ഇലക്ട്രിസിറ്റി മാനേജ്മെൻറ്റ് നടത്തുവാൻ അദ്ദേഹം പ്രാപ്തനാണ്. അതുപോലെ തന്നെ കെ മുരളീധരൻ, അദ്ദേഹം ഏതാണ്ട് തകർന്നടിഞ്ഞ ഒരു ആരോഗ്യ വകുപ്പാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെതായ ജോലികൾ ചെയ്യുന്നു. എല്ലാ കാര്യങ്ങളും പറയുകയല്ല, ഞങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ട് ഇന്ന് കേരളത്തിൻ്റെ നന്മയുടെ പ്രതീകമായ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ഒരു തിളങ്ങുന്ന നക്ഷത്രമായി ശോഭിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്ലാനിംഗ് ബോർഡ് നിലവിൽ വന്നു. അതേപോലെ തന്നെ നിരവധി കാര്യങ്ങൾ അദ്ദേഹം കാലത്ത് 8 മണിക്ക് ഓഫീസിൽ വരും. 8 മണിക്ക് ഓഫീസിൽ വന്നാൽ 10-11 മണിയാകുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ കാലത്തെ പരിപാടികൾ പ്രവർത്തനങ്ങളൊക്കെ തീർക്കും. രാത്രി 8 മണി വരെ പ്രവർത്തിക്കും. 12 മണിക്കൂർ ചിട്ടയായി പ്രവർത്തിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. അത്തരത്തിൽ ഞങ്ങൾക്കുറപ്പുണ്ട്, ഈ ഗവൺമെൻറ്റിൻ്റെ കാലാവധി കഴിയുമ്പോൾ ഈ ഗവൺമെൻറ് ഏറ്റെടുത്ത കേരളമായിരിക്കുകയില്ല. ഒരു പുതുയുഗം കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതുയുഗം സൃഷ്ടിക്കാൻ ഐക്യജനാധിപത്യ മുന്നണിക്ക് സാധിക്കും എന്നതിൻ്റെ ലക്ഷണങ്ങൾ ഈ ഗവൺമെൻറ്റിൽ കണ്ടു കഴിഞ്ഞു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്തവണത്തെ ബജറ്റ്. കഴിഞ്ഞ തവണ 35,000 കോടിയുടെ ബജറ്റ് ഉണ്ടാക്കി. പക്ഷേ 20,000 കോടിയേ കയ്യിലുള്ളൂ. കയ്യിൽ 20,000 കോടി വെച്ചാണ് 35,000-ൻ്റെ ബജറ്റ് ഉണ്ടാക്കിയത്. പക്ഷെ ഞങ്ങൾക്കത് 30,000 ആക്കി മാറ്റേണ്ടതായിട്ട് വന്നു, അല്ലെങ്കിൽ അതിനെ റാഷണലൈസ് ചെയ്യേണ്ടി വന്നു. പക്ഷേ ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു നയം ഞങ്ങൾ എടുത്ത് പറയുകയാണ്. ഈ ഗവൺമെൻറ് എന്താ ചെയ്തത്? പട്ടികജാതിക്കാരുടെ, പട്ടികവർഗക്കാരുടെ, മത്സ്യം തൊഴിലാളികളുടെ അവരുടെ പ്ലാനുകളൊന്നും വെട്ടിക്കുറച്ചില്ല. മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ളൊരു പ്ലാൻ നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മുടെ മത്സ്യ തൊഴിലാളികളുടെ അല്ലെങ്കിൽ മത്സ്യമേഖലയുടെ മന്ത്രിയായിട്ട് വെച്ചിട്ടുള്ള നമ്മുടെ ഗഫൂർ, മുസ്ലിം ലീഗിൻ്റെ നേതാവ്, അദ്ദേഹം ഏറ്റവും ചെറുപ്പക്കാരനാണ്, പക്ഷേ ഏറ്റവും നല്ലൊരു മന്ത്രിയായിട്ട് അദ്ദേഹം മാറാൻ പോവുകയാണ്. അതുപോലെ തന്നെ വ്യവസായ മേഖലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വ്യവസായ മേഖലയൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. ഞാനിപ്പോൾ എൻ്റെ മണ്ഡലത്തിലാണ് ടൈറ്റാനിയം ഡയോക്സൈഡ് ഉണ്ടാക്കുന്ന 946-ൽ SRCP തുടങ്ങിയ ആ ഫാക്ടറി. അത് അടഞ്ഞു കിടക്കുകയാണ്. ഞാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബോട് സംസാരിച്ചു. ഈ 10 വർഷം കൊണ്ട് അതുപോലത്തെ 2 ഫാക്ടറിയായിട്ട് മാറേണ്ട ടൈറ്റാനിയം ഡയോക്സൈഡ് ഇന്നിപ്പോൾ അദ്ദേഹം മന്ത്രിയായതിനു ശേഷം എന്നെ MLA എന്നുള്ള നിലയിൽ പ്രത്യേകമായി വിളിച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. KSRTCയിൽ ഇന്നിവിടെ വന്ന ഒരു 10 അപേക്ഷകൾ എന്തിനാണെന്നറിയോ? പെൻഷൻ കുടിശ്ശിക കിട്ടാനറിയോ? ഇപ്പോഴത്തെ പെൻഷനല്ല, പഴയത്. PF കിട്ടാൻ വേണ്ടിയാണ്. നാഷണൽ പെൻഷൻ സർവീസ് സ്കീമിൻ്റെ പൈസ അടച്ചിട്ടില്ല. ഒരറ്റമില്ലാത്ത ആഴം കണ്ടെത്താൻ കഴിയാത്ത, ഇംഗ്ലീഷിൽ അബീസ് എന്ന് പറയും, അടിത്തട്ട് കാണാൻ കഴിയാത്തൊരു കുഴിയാണ് പല പൊതുമേഖലാ സ്ഥാപനങ്ങളും. അതെല്ലാം മാറ്റിയെടുക്കണം. വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. പുതിയ സർവകലാശാലകൾ വരാൻ പോവുകയാണ്. അങ്ങനെ ഐക്യജനാധിപത്യ മുന്നണി ശരിയായ രാഷ്ട്രീയ നയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതോടൊപ്പം തന്നെ കൃത്യമായ ഭരണ നടപടികളുമായി മുന്നോട്ട് പോകും. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആ പ്രസ്ഥാനത്തെ സഹായിക്കാൻ നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി ഈ ഗവൺമെൻറ്റിനെ സഹായിക്കാൻ രംഗത്തിറക്കണം. ഈ ഗവൺമെൻറ്റിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കണം. ഈ ഗവൺമെൻറ് 2 കാര്യത്തിൽ നമുക്ക് പ്രധാനമാണ്. ഒന്ന്, വലതുപക്ഷ രാഷ്ട്രീയത്തെ ചെറുത്ത് നിൽക്കുന്ന ഒരു പശ്ചിമ ഘട്ടമാണ് നമ്മുടെ ഐക്യജനാധിപത്യ മുന്നണി. വടക്ക് നിന്നുള്ള കാറ്റിങ്ങോട്ട് കയറ്റില്ല. 2-3 സീറ്റ് BJP ജയിച്ചതൊക്കെ ശരിയാണ്, പക്ഷെ അവർ തളർന്നിരിക്കുന്നു. അവർ അഖിലേന്ത്യാ തലത്തിൽ അവർ ക്ഷീണിച്ചിരിക്കുന്നു. അവർ അയോധ്യ സംഭവത്തിൽ അവർ ഒറ്റപ്പെട്ടിരിക്കുന്നു. അയോധ്യയിൽ പോയിട്ട് പൂജാരിയെപ്പോലെ മണി കിലുക്കിക്കൊണ്ടൊരു പൂജാരിയെപ്പോലെ ഒരു പ്രധാനമന്ത്രി പ്രവർത്തിച്ചപ്പോൾ പലരും പറഞ്ഞു, ദൈവവിശ്വാസികളായ ആളുകൾ പറഞ്ഞു, ഒരു പ്രധാനമന്ത്രി ചെയ്യേണ്ട കാര്യമല്ല, അതിന് പൂജാരിമാരുണ്ടല്ലോ. പക്ഷേ അയോധ്യയിൽ മണിയടിച്ച് പൂജ നടത്തി ക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത അല്ലെങ്കിൽ പ്രതിഷ്ഠ നടത്തിയ പ്രധാനമന്ത്രിയോട് ചോദിക്കട്ടെ, അവിടെ ഒന്നും പോയ കോടിക്കണക്കിന് രൂപയുടെ കണക്ക് താങ്കൾ അറിഞ്ഞില്ലേ? അപ്പോൾ നിങ്ങൾ പൂജാരിയെപ്പോലെ പൂജ ചെയ്ത് പ്രതിഷ്ഠ നടത്തിയ ആ അയോധ്യയിൽ നടക്കുന്ന കോടിക്കണക്കിന് രൂപ തട്ടിപ്പറഞ്ഞില്ലേ? ഇതൊക്കെ നമ്മൾ ഉയർത്തുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ UDF എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ശക്തിയാണ്. ഒപ്പം തന്നെ
ഏറ്റവും നല്ല ഒരു ഗുഡ് ഗവർണൻസിൻ്റെ പര്യായമാണ്. അപ്പോൾ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസുകൾ മുതൽ കൊച്ചു കൊച്ചു കാര്യങ്ങൾ മുതൽ ട്രാൻസ്പോർട്ട് ഡെപ്പോ മുതൽ അവിടെയുള്ള MLA കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുന്നു. ഇൻഡ്യൂഷൻസ് അവിടെ MLA അവിടെ യോഗം ചേർന്നു എന്നാണ് ഞാൻ അറിയുന്നത്. അത്തരത്തിൽ കൊച്ചു കൊച്ചു കാര്യങ്ങൾ മുതൽ വലിയ കാര്യങ്ങൾ വരെയുള്ള എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് നമ്മുടെ മന്ത്രിമാരെ സമീപിക്കാം. ഏത് സമയത്തൊന്നും ഞാൻ പറയുന്നില്ല, അവരെ സമീപിക്കാവുന്ന സമയത്തെല്ലാം സമീപിക്കാം. ആരോടും ഞങ്ങൾ കടക്കൂ പുറത്ത് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും അടുത്ത് വരട്ടെ, അവരുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ കേൾക്കും, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കും. അങ്ങനെ ഇന്ത്യ രാജ്യത്ത് ഒരു മാതൃകാ ഗവൺമെൻറ്റായി UDF ഗവൺമെൻറ് മാറും. CMPയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരെ മാത്രമല്ല, യോഗേന്ദ്ര യാദവിനെ പോലുള്ള വ്യക്തികളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു വിപുലമായ ഒരു ഐക്യനിര കെട്ടിപ്പടുക്കാൻ ഞങ്ങൾ പരിശ്രമിക്കുകയാണ്. അതിൽ ഞങ്ങൾ വിജയിക്കണമെന്ന് നിങ്ങൾ കൂടി കരുതണം. ഇന്ന് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകാരും സ്വതന്ത്ര ചിന്താഗതിക്കാരായ ആളുകളെ യോജിപ്പിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ ദൗത്യം CMP ഏറ്റെടുത്തിരിക്കുന്നതായി ഞാൻ ഔപചാരികമായി കണ്ണൂരിൽ വെച്ച് ഈ കൺവെൻഷനെ അറിയിക്കുന്നു. നാളെ അതിൻ്റെ ഔപചാരികമായ പ്രഖ്യാപനം ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കൺവെൻഷൻ 40 വർഷത്തിന് ശേഷം MBR പുറത്താക്കി 40 വർഷത്തിന് ശേഷം MBR ആക്രമിച്ചു കൊല്ലാൻ ശ്രമിച്ചു, എത്രയോ പേരെ ആക്രമിച്ചു കൊല്ലാൻ ശ്രമിച്ചു. പക്ഷേ അതൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ജീവനും ജീവനും നഷ്ടപ്പെട്ടാലും ശരി, രാഷ്ട്രീയ ജീവിതം തകർന്നാലും ശരി, ഞങ്ങളുടെ രാഷ്ട്രീയ സ്വാഭിമാനം ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുമെന്ന് പറഞ്ഞ ആയിരക്കണക്കിന് ധീരന്മാരായ CMP സഖാക്കളെ ഒരിക്കൽ കൂടി ഞാൻ അഭിവാദനം ചെയ്യുന്നു. ഞാനും നിങ്ങളെപ്പോലെ ഒരു വളണ്ടിയർ മാത്രമാണ്, ഒരു പാർട്ടി മെമ്പർ മാത്രമാണ്. അതിലധികമോ കുറഞ്ഞതോ ആയ ഒരു അംഗീകാരവും എനിക്ക് ആരും തരേണ്ടതില്ല, അതെനിക്ക് ഇഷ്ടവുമല്ല. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ജനറൽ സെക്രട്ടറിയാണ്, പാർട്ടി മെമ്പറായതുകൊണ്ടല്ലേ ജനറൽ സെക്രട്ടറിയാണ്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും പാർട്ടി മെമ്പർമാരെന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. പുതിയ പാർട്ടി കെട്ടിപ്പടുക്കണം. 5-4 വർഷം കഴിയുമ്പോഴേക്കും ഒരു വലിയ കമ്മ്യൂണിസ്റ്റ് പുരോഗമന പ്രസ്ഥാനമായി CMPയും അതിനോടൊപ്പം നിൽക്കുന്ന ആളുകളും ചേർന്ന് ഒരു വലിയ പുരോഗമന പ്രസ്ഥാനം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഉദ്ഘാടന സമ്മേളനവും കൂടിയാണ് കണ്ണൂരിൽ നടക്കുന്ന ഈ ചരിത്രപരമായ ഉത്തരമേഖലാ കൺവെൻഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.